ഇതാണ് ശരിയായ ഡെത്ത് ഓവർ ബോളിംഗ്. ബ്ലോക്ക് ഹോളിൽ ലാൻഡ് ചെയ്ത് പെർഫെക്റ്റ് യോർക്കർ. മുംബൈ ഇന്ത്യൻസിനായി ക്രിഷ് ഭഗത് എറിഞ്ഞ 16-ാം ഓവറിലെ ആദ്യ പന്തിനെ കമന്ററി ബോക്സിൽ നിന്ന് ഡെയിൽ സ്റ്റെയിൻ പ്രശംസിച്ചത് ഇപ്രകാരമായിരുന്നു. പക്ഷേ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ മാജിക്കൽ യോർക്കർ ബൗണ്ടറിയിലേക്കാണ് കുതിച്ചത്. ക്രീസിൽ നിന്നിരുന്ന ബാറ്റർ പന്തിനെ മൃദുവായി തഴുകി ഷോർട്ട് തേർഡ് മാനും പോയിന്റിനും ഇടയിലൂടെ ബൗണ്ടറിയിലേക്ക് പായിക്കുകയായിരുന്നു. ചെന്നൈക്ക് വേണ്ടി ക്രീസിലുണ്ടായിരുന്ന ആ ബാറ്ററുടെ പേരായിരുന്നു സഞ്ജു വിശ്വനാഥ് സാംസൺ. IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി മുംബൈ ഇന്ത്യൻസ് ചെന്നൈയോട് ഏറ്റുവാങ്ങി. പവേർഡ് ബൈ സാംസൺ. ചെന്നൈയുടെ ആ വിജയത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം: ചെന്നൈ മുംബൈ മത്സരത്തിൽ ബോളർമാർ അരങ്ങുവാണപ്പോൾ ക്രീസിൽ നിന്ന് സഞ്ജു മാത്രം വ്യത്യസ്തനായിരുന്നു. ബോളുകൾ റീഡ് ചെയ്ത് മാസും ക്ലാസും സമന്വയിപ്പിച്ച ഒരു സിനിമ പോലെ അയാളുടെ ബാറ്റിംഗ് ആരാധകർ ആസ്വദിച്ചു. 19-ാം ഓവറിൽ ബുംറയുടെ കൈവശം നിന്നൊരു നോ ബോൾ വന്നപ്പോൾ ക്രിക്കറ്റ് ആരാധകർക്ക് എല്ലാം അറിയാമായിരുന്നു. അടുത്ത ബോൾ ഒരു അൺപ്ലേയബിൾ യോർക്കർ ആയിരിക്കുമെന്ന്. പക്ഷേ ആ പന്തിനെ സ്കൂപ്പ് ചെയ്ത് ബൗണ്ടറി ലൈനിനരികിൽ ലാൻഡ് ചെയ്യിക്കുകയാണ് സഞ്ജു ചെയ്തത്. ചെന്നൈ ബാറ്റിംഗ് നിരയിൽ നിന്ന് സെഞ്ചുറി തികച്ച സഞ്ജുവാണ് ടോപ്പ് സ്കോറർ. ചെന്നൈയുടെ ബാറ്റിംഗ് നിരയിൽ നിന്നുള്ള രണ്ടാമത്തെ ടോപ്പ് സ്കോററായ ഋതുരാജ് ഗേക്വാദിന്റെ സ്കോർ വെറും 22 റൺസാണ്. സഞ്ജു വാങ്ഡെ മൈതാനത്ത് കുറിച്ചത് 101 റൺസാണെങ്കിൽ മുംബൈയുടെ 11 ബാറ്റർമാർ ഒരുമിച്ച് സ്കോർ ബോർഡിൽ ചേർത്തത് 104 റൺസ് മാത്രമാണ്. T20 കരിയറിലെ സഞ്ജുവിന്റെ 8ാം സെഞ്ചുറിയാണ് ഇന്നലെ വാങ്ഡയിൽ പിറന്നത്. T20യിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ എന്ന നേട്ടത്തിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം സഞ്ജു എത്തുകയും ചെയ്തു. 9 വീതം സെഞ്ചുറികൾ നേടിയിട്ടുള്ള അഭിഷേക് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ് സെഞ്ചുറി നേട്ടത്തിൽ സഞ്ജുവിന് മുന്നിലുള്ള മറ്റിന്ത്യൻ താരങ്ങൾ. സഞ്ജു ബാറ്റ് കൊണ്ട് നടത്തിയ പോരാട്ടത്തിന് പിന്നാലെ ബോളിംഗിൽ അക്കീൽ ഹുസൈൻ മാന്ത്രികത സൃഷ്ടിച്ചപ്പോൾ IPL ചരിത്രത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സ് നേടുന്ന എക്കാലത്തെയും വലിയ വിജയത്തിനാണ് വാങ്ഡെ സാക്ഷ്യം വഹിച്ചത്.